നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ കേരള പാഠാവലി പ്രവർത്തന പുസ്തകത്തിലെ 1ാമത്തെ പാഠമായ മഴയോ മഴ എന്ന പാഠഭാഗമാണ്. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. പാഠഭാഗം നോക്കിയേ മക്കളെ. മഴയോ മഴ. നിറം നൽകാം. 1ാമത്തെ പ്രവർത്തനം എന്താണ്? ഒരു ചിത്രത്തിന് നിറം കൊടുക്കാനാണ്. സ്കൂൾ തുറന്നു, മഴയും വന്നു. മഴ ഇഷ്ടപ്പെടാത്തവരായി ആരാണുള്ളത്? ഒരു മഴ ചിത്രം നോക്കാം, നിറം നൽകാം. കേരള പാഠാവലിയിലെ മഴയോ മഴ എന്ന പാഠഭാഗത്ത് കുട്ടികൾ മഴയത്ത് ചാടിക്കളിക്കുന്നതും ഓടിക്കളിക്കുന്നതും മഴ നനയുന്നതുമായിട്ടുള്ള ചിത്രങ്ങളൊക്കെയാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. അവിടെ ഓരോ കുട്ടികളെ എങ്ങനെയാണ് മഴ ആസ്വദിക്കുന്നത് നമുക്ക് ആ ചിത്രത്തിൽ കാണാൻ കഴിയും. സ്കൂൾ തുറന്നാൽ പിന്നെ മഴയാണ്. മഴയെ ഇഷ്ടപ്പെടാത്തവരായ കുട്ടികൾ ഉണ്ടാവില്ല. എല്ലാ കുട്ടികൾക്കും മഴയെ ഇഷ്ടമാണ്. മഴയത്ത് പുതിയ കുടയൊക്കെ പിടിച്ചിങ്ങനെ പോകുന്ന എല്ലാവർക്കും ഇഷ്ടമല്ലേ? ചിത്രത്തിൽ എന്തൊക്കെയാണ് മക്കളെ കൊടുത്തിട്ടുള്ളത്? ഒരു മഴ പെയ്യുന്ന ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും മഴയത്ത് ഒരു കുളത്തിനരികിൽ നിൽക്കുന്നു. പിന്നെന്താ, ആൺകുട്ടി മഴ നനയുകയാണ്, പെൺകുട്ടി കുട ചൂടിയിട്ടുണ്ട്. അവർ കളിവെള്ളം ഉണ്ടാക്കി കുളത്തിൽ ഒഴുക്കി കളിക്കുകയാണ്. പിന്നെന്തോ കാണിച്ചിട്ടുണ്ട്? കുളത്തിൽ താമരയുണ്ട്. അവിടെ മീൻ നീന്തി തുടിക്കുന്നത് കാണിച്ചിട്ടുണ്ട്. തവള ചാടുന്നത് കാണിച്ചിട്ടുണ്ട്. പിന്നെന്താ, അതിൻ്റെ കുളക്കരയിലൂടെ ഒരു ആമ ഇഴഞ്ഞു വരുന്നുണ്ട്. കുളക്കരയിൽ വലിയൊരു മരം നിൽക്കുന്നു. അതിലൊരു കിളി ഇരിപ്പുണ്ട്. ഇനിയും എന്തൊക്കെ കാര്യങ്ങൾ നമുക്കവിടെ പറയാൻ പറ്റും? മക്കൾ പറഞ്ഞു നോക്കണേ. അടുത്ത പേജ് നോക്കിയേ. പ്രവർത്തനം 2, ചൊല്ലാം രസിക്കാം. അവിടെ ആരുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് മക്കളെ? ആരായിരുന്നു മക്കളെ? കുഞ്ഞുണ്ണി മാഷ്. കുട്ടി കവിതകൾ കൊണ്ട് കുഞ്ഞു ഹൃദയങ്ങളെ കീഴടക്കിയ ഒരു കവിയാണ് കുഞ്ഞുണ്ണി മാഷ്. കുഞ്ഞുങ്ങളെ രസിപ്പിക്കുകയും മുതിർന്നവരെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന കവിതകളാണ് മാഷിൻ്റെ കാവ്യസൃഷ്ടികൾ. കുറഞ്ഞ വാക്കുകളിലൂടെ വലിയ ആശയലോകത്തെ തുറന്നു കാണിക്കാൻ അദ്ദേഹത്തിൻ്റെ കവിതകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബാലസാഹിത്യം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തന രംഗമായിരുന്നു. പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്നാണ് മാഷ് തൻ്റെ പൊക്കമില്ലായ്മയെക്കുറിച്ച് പറഞ്ഞിരുന്നത്. കുട്ടികളുമായി സല്ലപിക്കുകയും അവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്യുന്ന ഒരുപാട് സ്നേഹമുള്ള ഒരു അപ്പൂപ്പനായിട്ടാണ് വാർദ്ധക്യകാലത്ത് അദ്ദേഹം കഴിഞ്ഞിരുന്നത്. 2006 മാർച്ച് 26-ന് 79ാമത്തെ വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, സംസ്ഥാന ബാലസാഹിത്യ അവാർഡ്, വാഴക്കുന്ന് അവാർഡ് തുടങ്ങിയ അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിത നോക്കിയേ. തുള്ളിപ്പാഞ്ഞു വരുന്ന മഴ, തുള്ളിക്കൊരുകുടമെന്ന മഴ, കൊള്ളാമിമ്മഴ കൊള്ളരുതിമ്മഴ, കൊള്ളാം കൊള്ളാം പെയ്യട്ടെ. ഇനി നമുക്ക് കുഞ്ഞുണ്ണി മാഷിൻ്റെ ചില കുട്ടി കവിതകൾ നോക്കാം. ഹായി ഠായി മിഠായി, തിന്നുമ്പോഴെന്തിഷ്ടായി, തിന്നു കഴിഞ്ഞു കഷ്ടായി. പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാലുവച്ച പാത്രം വൃത്തിയാക്കി വച്ചു. കുഞ്ഞുണ്ണിക്കൊരു മോഹം, എന്നും കുഞ്ഞായിട്ടു രമിക്കാൻ, കുഞ്ഞുങ്ങൾക്ക് രസിച്ചിടുന്നൊരു കവിയായിട്ടു മരിക്കാൻ. കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിത ഇഷ്ടമായോ മക്കളെ? അടുത്ത നോക്കിയേ. മഴക്കവിതകൾ ശേഖരിക്കാം. മഴക്കവിതകൾ ശേഖരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ടീച്ചർ നൽകിയിരിക്കുന്നത് കൂടാതെ മക്കളും മഴക്കവിതകൾ കണ്ടെത്തി എഴുതുക. അമ്മേ വരൂ വരൂ വെക്കം വെളിയിലേക്ക്, അല്ലെങ്കിൽ ഇമ്മഴ തോർന്നു പോമേ, എന്തൊരാഹ്ലാദമാ മുറ്റത്തടിക്കടി പൊന്തുന്ന വെള്ളത്തിൽ തത്തിച്ചാടാൻ. ഇത് ബാലാമണിയമ്മയുടെ കവിതയാണ്. എൻ്റെ കപ്പൽ, മഴ പെയ്യും മുറ്റമൊക്കെ മാറും വൻകടലായിനി, പറമ്പും പാടവും ചേർന്ന് പരപ്പതിനു കൂടിടും. കടലാസാലുടൻ തീർക്കും കപ്പൽ ഞാൻ അതിലെൻ്റെ പേർ, നക്ഷത്രം പോലെ വലുതായി നല്ല പോലെ കുറിച്ചിടും. മുക്കുറ്റി മുല്ല മുതലായി മുറ്റും ഗുണമിഴും മലർ, പറിച്ചു വയ്ക്കും കാറ്റത്ത് പതുക്കെ കപ്പൽ നീങ്ങിടും. ജി ശങ്കരക്കുറുപ്പ്. പുതുമഴ. നോക്കൂ തുമ്പി ബഹുസുഖമേഘം മാരി പതിക്കുന്നു, കേൾക്കൂ മധുരം മധുരം ലളിതം കിളികൾ ചിലയ്ക്കുന്നു. കന്നിക്കാറുകൾ അലറുന്നാദം കാതു തുളയ്ക്കുന്നു, മിന്നൽ പിണരുകൾ മിന്നിച്ചിന്നി കണ്ണുമയക്കുന്നു. പുഴകളിൽ ഓരോ നുരയാൽ പുഞ്ചിരി തൂകിക്കൊണ്ടിപ്പോൾ, തഴുകിയിടുന്നു തമ്മിൽ തമ്മിൽ തളകതരംഗങ്ങൾ. തർത്തറനാദം നീളമുഴക്കി തവളകൾ കേഴുന്നു, പുത്തൻ വെള്ളം വന്നിഹ നമ്മുടെ കുളവും നിറയുന്നു. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. മഴ വന്നപ്പോൾ. മഴ വന്നപ്പോൾ, ചറപറ ചറപറ പെയ്തപ്പോൾ, കാറ്റും മഴയും വന്നപ്പോൾ, ഇടിയും മഴയും വന്നപ്പോൾ, മുറ്റം മുഴുവൻ നിറയുമ്പോൾ, തോണി ഇറക്കി രസിക്കാനായി ഉണ്ണിക്കുട്ടനു കൊതിയായി, കൊതിയും രസവും തീർന്നപ്പോൾ തീച്ചൂടുള്ളൊരു പനിയായി. നവീൻ ദാസ് സി.
മഴയുമായി ബന്ധപ്പെട്ട പദങ്ങൾ ഉപയോഗിച്ച് പദസൂര്യൻ പൂർത്തിയാക്കണം. എന്നിട്ട് പദസൂര്യനിലെ വാക്കുകൾ ഉപയോഗിച്ച് വാക്യങ്ങൾ എഴുതണം. പദസൂര്യനിൽ നമുക്ക് എന്തൊക്കെ എഴുതാം മക്കളെ? കുട, കാറ്റ്, മഴത്തുള്ളി, കാർമേഘം, ചാറ്റൽ മഴ, ഇടിയും മിന്നലും, ആലിപ്പഴം, മഴവില്ല്. ഇനി ഈ പദങ്ങൾ ചേർത്ത് നമുക്ക് വാക്യങ്ങൾ ഉണ്ടാക്കാം. ആകാശത്ത് മഴവില്ല് തെളിഞ്ഞു, പുതുമഴയിൽ ആലിപ്പഴം വീണു, മഴയോടൊപ്പം ഇടിയും മിന്നലും ഉണ്ടായിരുന്നു, ഞാൻ ചാറ്റൽ മഴ നനഞ്ഞു, ഇലയിൽ മഴത്തുള്ളികൾ വീണു, മഴയോടൊപ്പം കാറ്റും ഉണ്ടായിരുന്നു, മഴയത്ത് ഞാൻ കുട ചൂടി നടന്നു, കാർമേഘം കരഞ്ഞത് വലിയ മഴയായി. അടുത്ത നോക്കിയേ, പ്രവർത്തനം 4. പട്ടികപ്പെടുത്താം. മഴ പെയ്യുന്നതിന് തൊട്ടു മുമ്പുള്ള ഒരു കാഴ്ചയാണ് ചിത്രത്തിൽ. ചിത്രം നോക്കിയും പരിസരം നിരീക്ഷിച്ചും കണ്ടെത്തിയ കാര്യങ്ങൾ എഴുതാം. മഴയ്ക്ക് തൊട്ടു മുമ്പുള്ള ഒരു കാഴ്ചയാണ് ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. ആ ചിത്രം നോക്കിയും പരിസരം നിരീക്ഷിച്ചും കണ്ടെത്തിയ കാര്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ടീച്ചർ ഒരു മാതൃകയാണ് കൊടുക്കുന്നത്. മക്കൾ നിങ്ങളുടെ ഭാവനയിലെ ആശയങ്ങൾ അനുസരിച്ച് ചിത്രം നോക്കി കണ്ടെത്തിയ കാര്യങ്ങൾ അവിടെ എഴുതുക. മഴയ്ക്കു മുമ്പ് നല്ല കാറ്റടിക്കുന്നുണ്ട്, ആകാശത്ത് കാർമേഘങ്ങൾ നിറഞ്ഞു, അല്ലെങ്കിൽ ആകാശത്ത് മഴമേഘങ്ങൾ നിറഞ്ഞു എന്ന് എഴുതിയാലും മതി. കാറ്റിൽ മരങ്ങൾ ആടി ഉലയുന്നു, പക്ഷികൾ കൂട്ടിലേക്ക് പറക്കുന്നു, ഉണങ്ങാനിട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ കാറ്റിൽ അശയിൽ കിടന്ന് പറക്കുന്നു, കുട്ടികൾ വസ്ത്രങ്ങൾ എടുക്കാൻ വന്നവരായിരിക്കാം, അവർ ഇടിമിന്നൽ ഭയന്ന് നിൽക്കുന്നു, ഇടിമിന്നൽ ഭയന്ന് ആൺകുട്ടി ചെവി പൊത്തിപ്പിടിച്ചിരിക്കുന്നു, പെൺകുട്ടി ആകെ പേടിച്ച് നിൽക്കുകയാണ്, അകലെയായി ഒരു വീട് കാണിച്ചിട്ടുണ്ട്, കാറ്റിൽ ഇളകുന്ന പച്ച പുല്ലുകളും ചിത്രത്തിൽ കാണാം. അടുത്ത പേജ് നോക്കിയേ. മഴ പെയ്തതിന് ശേഷം അവിടെയും ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ചിത്രം നോക്കിയും പരിസരം നിരീക്ഷിച്ചും കണ്ട കാര്യങ്ങൾ നമ്മളവിടെ എഴുതി ചേർക്കണം. മഴയ്ക്ക് ശേഷം മഴ പെയ്ത് തോർന്ന ഭൂമി നല്ല ഉണർവോടുകൂടിയാണ് കാണുന്നത്. തെളിഞ്ഞ ആകാശമാണ്, അവിടെ മേഘങ്ങൾ നീങ്ങുന്നത് കാണാം. ഇലകളിലെ മഴത്തുള്ളികൾ സൂര്യൻ്റെ കിരണങ്ങൾ ഏറ്റ് തിളങ്ങുന്നുണ്ട്. പക്ഷികൾ പറക്കുന്നു, അവയുടെ പലതരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നു. ചുറ്റും വെള്ളം നിറഞ്ഞു, ആളുകൾ റോഡിലൂടെ വാഹനങ്ങളിൽ പോകുന്നുണ്ട്. പ്രകൃതിയുടെ ഈ മനോഹര കാഴ്ചകൾ വളരെയധികം സന്തോഷം നൽകുന്നു. അടുത്ത പേജ് നോക്കിയേ. പ്രവർത്തനം 5. എഴുതാം. മഴയുമായി ബന്ധപ്പെട്ട കടങ്കഥകൾ ശേഖരിച്ച് എഴുതാം. മഴയുമായി ബന്ധപ്പെട്ട കടങ്കഥ എന്ന് പറയുമ്പോൾ ഏതിനെക്കുറിച്ചൊക്കെ നമുക്കവിടെ എഴുതാം മക്കളെ? മഴ, കാറ്റ്, ഇടി, മിന്നൽ, ആകാശം, മേഘം, മഴവില്ല്, കുട, ഇവയുമായി ബന്ധപ്പെട്ട കടങ്കഥകൾ ശേഖരിച്ച് നമുക്കവിടെ എഴുതി ചേർക്കാം. മഴ തുടങ്ങുമ്പോൾ ചന്നം ഭിന്നം, മുറുകുമ്പോൾ പപ്പട പടപട, കുളിരുന്നു കിടുകിട കിടുകിട, മാനത്താണ് വീട്, കാറ്റാണെൻ്റെ കൂട്ട്, താഴോട്ടാണ് പോക്ക്. കാറ്റ് ആരും കാണാതെ വരും, ആരും കാണാതെ പോകും, എങ്ങും തിങ്ങി നടക്കും, ആർക്കും പിടികൊടുക്കില്ല, കാണാത്തോൻ വീശുമ്പോൾ എല്ലാവർക്കും ആശ്വാസം, പാടുന്നുണ്ട്, പറക്കുന്നുണ്ട്, തട്ടുന്നുണ്ട്, തലോടുന്നുണ്ട്, കാണാൻ പറ്റുന്നില്ല. ഇടി മേലെ വീട്ടിലെ മുത്തശ്ശിയമ്മയുടെ പൊട്ടിച്ചിരിയും പേടിപ്പിക്കലും. മിന്നൽ അവിടെ കണ്ടു, ഇവിടെ കണ്ടു, പിന്നെ കണ്ടില്ല. ആകാശം കിടന്നാൽ നെഞ്ചിനുമീതെ, നടന്നാൽ തലയ്ക്കുമീതെ, കാലില്ല പന്തൽ, എൻ്റെ പായ മടക്കിയിട്ടും മടക്കിയിട്ടും തീരുന്നില്ല, ഇറയ്ക്കാത്ത കിണർ, മേയാത്ത പന്തൽ, തൂക്കാത്ത മുറ്റം, അച്ഛൻ തന്ന വെൺപട്ട്, ഉടുത്തിട്ടും ഉടുത്തിട്ടും തീരുന്നില്ല, അടിക്കാത്ത മുറ്റത്തിൻ പേര് ചൊല്ലാമോ. മേഘം ആകാശത്തൊരു പഞ്ഞിക്കിടക്ക, കണ്ണില്ലെങ്കിലും കരയും. മഴവില്ല് വില്ലാണ് പക്ഷേ ഞാനില്ല കെട്ടാൻ, അമ്പല്ല പെയ്യുന്നിതായിരം തുള്ളി, വില്ലാണ് ഞാനില്ല 7 നിറമുള്ള വില്ലാണ്. കുട കാലിൽ പിടിച്ചാൽ തോളിൽ കയറും, കാലൊന്നേ ഉള്ളുവെങ്കിലും ബഹുദൂരം സഞ്ചരിക്കും, കുതിരകൾ 2 ഉണ്ടെങ്കിലും ആളുകൾ എന്നെ കഴുത്തിലേറ്റും, എട്ടല്ലൻ കുട്ടപ്പൻ ഒറ്റക്കാലൻ. ഞങ്ങളുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു ജലസ്രോതസ്സാണ് പുഴ. എൻ്റെ നാട്ടിലൂടെ ഒഴുകുന്നത് ഒരു ചെറിയ പുഴയാണ്. പുഴയിലെ വെള്ളം ഒഴുകിപ്പോകുന്നു. പുഴയുടെ തീരത്ത് പലതരം മരങ്ങളും ചെടികളും വളരുന്നു.
ഇത് പക്ഷികളുടെ ഒരു വാസസ്ഥലമാണ്. പുഴയിലെ വെള്ളം നാട്ടുകാർ കൃഷിക്കും തുണി അലക്കുന്നതിനും കന്നുകാലികളെ കുളിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്നു. കുട്ടികൾ പുഴയിൽ കുളിക്കുകയും നീന്തി കളിക്കുകയും ചെയ്യാറുണ്ട്. പുഴയിൽ ചെറുതും വലുതുമായ ധാരാളം മീനുകളും ഞണ്ടുകളും ഉണ്ട്. മീൻപിടുത്തം ഇവിടുത്തുകാരുടെ ഒരു പ്രധാനപ്പെട്ട തൊഴിലാണ്. അടുത്ത പേജ് നോക്കിയേ മക്കളെ. പ്രവർത്തനം 7 മുങ്ങുമോ പൊങ്ങുമോ ഊഹിച്ചെഴുതാം. അവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. പട്ടികയിൽ വസ്തുക്കൾ, ഊഹം, കണ്ടെത്തൽ എന്നിങ്ങനെ 3 ഭാഗങ്ങളാണുള്ളത്. നമുക്കിവിടെ എന്താണ് ചെയ്യേണ്ടത്? തന്നിട്ടുള്ള വസ്തുക്കൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതാണോ താണു പോകുന്നതാണോ എന്ന് ഊഹിച്ചെഴുതണം. അതുപോലെ നമ്മൾ പരീക്ഷണം നടത്തിയിട്ട് കണ്ടെത്തിയ കാര്യങ്ങൾ അവിടെ എഴുതി ചേർക്കുകയും വേണം. വസ്തുക്കൾ എന്ന ഭാഗത്ത് നമുക്ക് എന്തൊക്കെ എഴുതി ചേർക്കാം? ചെറിയ കല്ല്, ചെറിയ മരക്കഷ്ണം, ആണി, തക്കാളി, പെൻസിൽ, സ്റ്റീലിൻ്റെ ചെറിയ സ്പൂൺ, റബ്ബർ, വെണ്ടയ്ക്ക, വായു നിറച്ച ബലൂൺ, അടച്ചു വെച്ച ഒഴിഞ്ഞ കുപ്പി, തേങ്ങ, പ്ലാസ്റ്റിക് പന്ത്, മുട്ട, ഉരുളക്കിഴങ്ങ്. ആദ്യം ഇല വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതാണോ താണു പോകുന്നതാണോ എന്നുള്ള നിങ്ങളുടെ ഊഹം അവിടെ എഴുതി ചേർക്കുക. അതിനുശേഷം ബക്കറ്റിലെ വെള്ളത്തിലിട്ട് നോക്കി പരീക്ഷണം നടത്തി കണ്ടെത്തിയ കാര്യം കണ്ടെത്തൽ എന്ന ഭാഗത്ത് എഴുതി ചേർക്കുക. അങ്ങനെ ഓരോ വസ്തുക്കളുടെയും ഊഹവും കണ്ടെത്തലും എഴുതി ആ പട്ടിക പൂർത്തിയാക്കുക. അടുത്ത പേജ് നോക്കിയേ. പരീക്ഷണത്തിൻ്റെ പേര് മുങ്ങുമോ പൊങ്ങുമോ. ആവശ്യമായ സാധനങ്ങൾ: വെള്ളം നിറച്ച ബക്കറ്റ്, ചെറുതും സുരക്ഷിതവുമായ സാധനങ്ങളുടെ ശേഖരം. ഏതെല്ലാം സാധനങ്ങൾ ഉപയോഗിക്കാം? ചെറിയ കല്ല്, ഇല, ചെറിയ മരക്കഷ്ണം, ആണി, തക്കാളി, പെൻസിൽ, സ്റ്റീലിൻ്റെ ചെറിയ സ്പൂൺ, റബ്ബർ, വെണ്ടയ്ക്ക, വായു നിറച്ച ബലൂൺ, അടച്ചു വെച്ച ഒഴിഞ്ഞ കുപ്പി, തേങ്ങ, പ്ലാസ്റ്റിക് പന്ത്, മുട്ട, ഉരുളക്കിഴങ്ങ്. അങ്ങനെ ചെറിയതും സുരക്ഷിതവുമായ ഏത് സാധനങ്ങൾ ഉപയോഗിച്ച് മക്കൾക്ക് ഈ പരീക്ഷണം ചെയ്തു നോക്കാവുന്നതാണ്. പരീക്ഷണം ചെയ്യുന്ന വിധം: ആവശ്യമുള്ള വസ്തുക്കൾ ശേഖരിക്കുക. പരീക്ഷണത്തിന് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ വസ്തുക്കളും ശേഖരിക്കുക. പ്രവചിക്കുക. ഓരോ വസ്തുവും പൊങ്ങിക്കിടക്കുമോ താഴ്ന്നു പോകുമോ എന്ന് പ്രവചിക്കുക. പരീക്ഷിക്കുക. ഓരോ വസ്തുവും ശ്രദ്ധാപൂർവം വെള്ളം നിറച്ച് വെച്ച ബക്കറ്റിലേക്കിട്ട് നോക്കുക. നിരീക്ഷിക്കുക. ഓരോ വസ്തുവും ഇടുമ്പോഴും എന്ത് സംഭവിക്കുന്നു എന്ന് നിരീക്ഷിക്കുക. അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണോ അതോ താണു പോയോ എന്ന് ശ്രദ്ധിക്കുക. അടുത്ത് രേഖപ്പെടുത്തുക. ഓരോ വസ്തുവും നിരീക്ഷിച്ച ശേഷം എന്ത് സംഭവിച്ചു എന്ന് പട്ടികയിൽ രേഖപ്പെടുത്തുക. ഇതുപോലെ നിങ്ങൾ പരീക്ഷിച്ച സാധനങ്ങളുടെ കണ്ടെത്തലുകൾ അവിടെ എഴുതി ചേർക്കുക. അടുത്ത പേജ് നോക്കിയേ. പ്രവർത്തനം 8 മഴ തോർന്നാലും മരം പെയ്യും. ഇതുപോലെയുള്ള മഴച്ചൊല്ലുകൾ കണ്ടെത്തി എഴുതാം. മഴച്ചൊല്ലുകൾ: മഴയൊന്നു പെയ്താൽ മരമേഴു പെയ്യും. ചിങ്ങത്തിലെ മഴ ചിണുങ്ങി ചിണുങ്ങി. മഴ പെയ്താൽ പുഴയറിയും. മഴ പെയ്താൽ നിറയാത്തത് കോരി ഒഴിച്ചാൽ നിറയുമോ. മഴയുമില്ല വിളയുമില്ല. കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയും മാണിക്യം. മകരത്തിൽ മഴ പെയ്താൽ മണ്ണിനു വാദം. ഇടവത്തിൽ മഴ ഇടവഴി നീളെ. ചെമ്മാനം കണ്ടാൽ അമ്മാനം മഴയില്ല. മഴവെള്ളപ്പാച്ചിൽ മുറം കൊണ്ട് തടുക്കാമോ. 1000 വെയിലാവാം അരമഴ വയ്യ. പെരുമഴ പെയ്താൽ കുളിരില്ല. അടുത്ത പേജ് നോക്കിയേ. പ്രവർത്തനം 9 വരയ്ക്കാം എഴുതാം. എത്ര മനോഹരമാണ് നമ്മുടെ നാട്. നിങ്ങളുടെ പ്രദേശത്തെക്കുറിച്ച് എഴുതി നോക്കാം. ചിത്രം വരച്ച് നിറം നൽകുകയും ചെയ്യണേ. മക്കള് നിങ്ങളുടെ പ്രദേശത്തെക്കുറിച്ച് ഒരു ചിത്രം വരയ്ക്കുക. എന്നിട്ട് ചിത്രത്തിന് നിറം കൊടുത്ത് ഭംഗിയുള്ളതാക്കണം. ശേഷം ആ പ്രദേശത്തെക്കുറിച്ച് എഴുതി ചേർക്കുക. ടീച്ചർ അവിടെ ഒരു മാതൃക കൊടുക്കുന്നു. മക്കൾ നിങ്ങളുടെ ഭാവനയിലെ ആശയങ്ങളനുസരിച്ച് അവിടെ എഴുതി ചേർക്കുക. എൻ്റെ നാട്. വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് എൻ്റെ നാട്. പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളാണ് ഇവിടെ പ്രധാന ആകർഷണം. നെൽച്ചെടികൾ കാറ്റിൽ മെല്ലെ തലയാട്ടുന്നത് കാണാൻ വളരെ ഭംഗിയാണ്. പാടത്തിന് നടുവിലുള്ള ഒരു വരമ്പിലൂടെയാണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. പാടത്തിൻ്റെ വശത്തായി ഒരു തോട് ഒഴുകുന്നുണ്ട്. അവിടെ നാട്ടുകാർ കന്നുകാലികളെ കുളിപ്പിക്കുകയും മീൻ പിടിക്കുകയും ചെയ്യുന്നത് കാണാം. കുട്ടികൾ വെള്ളത്തിൽ കളിക്കുകയും കുളിക്കുകയും ചെയ്യാറുണ്ട്. കൃഷിയും കന്നുകാലി വളർത്തലും ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രധാന തൊഴിലാണ്. ഇവിടെ ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളുണ്ട്. എൻ്റെ വീടിൻ്റെ പരിസരത്ത് ധാരാളം തെങ്ങുകളുണ്ട്. അവിടെ പലതരം കിളികൾ വന്നുകൂടാറുണ്ട്. അതിൽ കുയിലിൻ്റെ പാട്ട് കേൾക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞങ്ങളുടെ നാട്ടിലെ ആളുകൾ നല്ല സ്നേഹമുള്ളവരാണ്. ഓണവും ക്രിസ്മസും പെരുന്നാളും വിഷുവുമെല്ലാം ഞങ്ങൾ ഒന്നിച്ച് ആഘോഷിക്കാറുണ്ട്. പ്രകൃതിയുടെ മനോഹാരിതയും മനുഷ്യൻ്റെ സ്നേഹവും ഒത്തുചേർന്ന ഒരു അനുഗ്രഹീത സ്ഥലമാണ് എൻ്റെ നാട്. പ്രവർത്തനം 10 വായിക്കാം രസിക്കാം. നോക്കിയേ. സമ്മാനം. അമ്മുവിന് അമ്മാവൻ സമ്മാനം കൊണ്ടുവന്നു.
വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ സമ്മാനം. അമ്മു കടലാസ് നീക്കി. പെട്ടി തുറന്നു. ഹായ് JCB. അമ്മു സ്വിച്ചിൽ വിരലമർത്തി. ഷിർ. അമ്മു കയറിക്കോളൂ, മണ്ണിടിക്കാൻ പോകാം. അമ്മു ചാടിക്കയറി. കുന്നിന് താഴെ എത്തി. തുമ്പിക്കൈ മണ്ണിലേക്കിറങ്ങി. അതാ കുന്നിടിഞ്ഞു വരുന്നു. മരവും ചെടിയും വീടും എല്ലാമുണ്ട്. ആ കുന്നിലെ മരങ്ങൾ ആടിയുലഞ്ഞ് മറിഞ്ഞു വീഴുന്നു. വീടുകൾ തകർന്ന് തരിപ്പണമാകുന്നു. കൂട്ട നിലവിളി. അയ്യോ രക്ഷിക്കണേ. എന്തുപറ്റി അമ്മു? സ്വപ്നം കണ്ടോ? അവൾ കണ്ണു തിരുമ്മി ചുറ്റും നോക്കി. അതാ ചിരിച്ചുകൊണ്ട് അമ്മ മുന്നിൽ. കയ്യിലൊരു പൊതിക്കെട്ട്. അമ്മു പൊതിയഴിച്ചു. ഒരു JCB. ഈ പാഠഭാഗത്തെ എല്ലാ പഠന പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഉപയോഗപ്രദമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുകയും വേണം. ഇനി അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു പാഠവുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്